ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. ലത്തിൻ വേദപാഠകം ഉയർപ്പുകാലം 7-ാം ഞായർ. സ്വർഗാരോഹണവും ഈശോ മിശിഹയുടെ സ്വർഗാരോഹണവും പൗരോഹിത്യ കൂട്ടായ്മയും. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള തിരുവചനങ്ങൾ. ഇത്രയും സംസാരിച്ചതിന് ശേഷം യേശു സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി പറഞ്ഞു, പിതാവേ, നാഴിക വന്നിരിക്കുന്നു. അങ്ങയുടെ പുത്രൻ അങ്ങയെ മഹത്വപ്പെടുത്തേണ്ടതിന് അങ്ങയുടെ പുത്രനെ മഹത്വപ്പെടുത്തണമേ. അങ്ങ് അവന് നൽകിയിട്ടുള്ളവർക്കെല്ലാം അവൻ നിത്യജീവൻ നൽകേണ്ടതിന് അങ്ങ് സകല ജഡത്തിന്മേലും അവൻ അധികാരം നൽകിയിരിക്കുന്നുവല്ലോ. ഏകസത്യദൈവമായ അങ്ങയെയും അങ്ങ് അയച്ചിരിക്കുന്ന യേശുക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവനാകുന്നു. അങ്ങ് എനിക്ക് ചെയ്യാൻ തന്ന പ്രവൃത്തി പൂർത്തിയാക്കിക്കൊണ്ട് ഞാൻ ഭൂമിയിൽ അങ്ങയെ മഹത്വപ്പെടുത്തി. ഇപ്പോൾ അല്ലയോ പിതാവേ, ലോകം ഉണ്ടാകും മുമ്പേ എനിക്ക് അങ്ങയോടുകൂടെ ഉണ്ടായിരുന്ന മഹത്വത്താൽ എന്നെ അങ്ങയുടെ അടുക്കൽ മഹത്വപ്പെടുത്തണമേ. അങ്ങ് ലോകത്തിൽ നിന്ന് എനിക്ക് തന്നിട്ടുള്ള മനുഷ്യർക്ക് അങ്ങയുടെ നാമം ഞാൻ വെളിപ്പെടുത്തി. അവർ അങ്ങയുടേതായിരുന്നു. അങ്ങ് അവരെ എനിക്ക് തന്നു. അവർ അങ്ങയുടെ വചനം പാലിക്കുകയും ചെയ്തു. അങ്ങ് എനിക്ക് തന്നതെല്ലാം അങ്ങിൽ നിന്നാണെന്ന് അവർ ഇപ്പോൾ അറിഞ്ഞിരിക്കുന്നു. എന്നാൽ അങ്ങ് എനിക്ക് നൽകിയ വചനം ഞാൻ അവർക്ക് കൊടുത്തു. അവർ അത് കൈക്കൊള്ളുകയും ഞാൻ അങ്ങയുടെ അടുക്കൽ നിന്ന് വന്നിരിക്കുന്നുവെന്ന് സത്യമായി അറിയുകയും അങ്ങനെ അയച്ചുവെന്ന് വിശ്വസിക്കുകയും ചെയ്തിരിക്കുന്നു. ഞാൻ അവർക്ക് വേണ്ടി അപേക്ഷിക്കുന്നു, ലോകത്തിന് വേണ്ടിയല്ല. അങ്ങ് എനിക്ക് തന്നിട്ടുള്ളവർ അങ്ങേക്കുള്ളവർ ആയതിനാൽ അവർക്ക് വേണ്ടിയാണ് ഞാൻ അപേക്ഷിക്കുന്നത്. എൻ്റേതെല്ലാം അങ്ങയുടേതാണ്, അങ്ങേക്കുള്ളതെല്ലാം എൻ്റേതും. ഞാൻ അവരിൽ മഹത്വപ്പെട്ടിരിക്കുന്നു. ഇനിമേൽ ഞാൻ ലോകത്തിലല്ല, അവരോ ലോകത്തിലാണ്. ഞാൻ അങ്ങയുടെ അടുക്കലേക്ക് വരുന്നു. പരിശുദ്ധനായ പിതാവേ, അവർ നമ്മെപ്പോലെ ഒന്നാകേണ്ടതിന് അങ്ങ് എനിക്ക് തന്നിരിക്കുന്ന അങ്ങയുടെ നാമത്തിൽ അങ്ങ് അവരെ കാത്തുകൊള്ളണമേ. സ്വർഗാരോഹണത്തിന്റെ അർത്ഥവും പിന്നെ പൗരോഹിത്യത്തിന്റെ അർത്ഥവും ഒരുമിച്ച് ചേർത്തിരിക്കുന്ന ഒരു തിരുവചനമാണ് ഇന്ന് നമ്മൾ കേട്ടത്. സ്വർഗാരോഹണം, അതായത് യേശു ഉത്ഥാനം ചെയ്തത് 3-ാം സ്വർഗത്തിലേക്ക്, പർദീസ് എന്ന് പറഞ്ഞ സ്വർഗത്തിലേക്ക് 40 ദിവസം അവൻ പ്രത്യക്ഷപ്പെട്ട് ദൈവരാജ്യത്തെക്കുറിച്ച് പഠിപ്പിക്കുകയും കുർബാന അർപ്പിക്കുകയും ചെയ്തു. സ്ലീഹന്മാർ നടപടി പുസ്തകം 1-ാമത്തെ അധ്യായം 3-4 വാക്യങ്ങളിൽ അവരോട് ഭക്ഷണത്തിരിക്കാന്ന് പറയുന്നത് കുർബാന അർപ്പിക്കുന്നതിനെ കുറിച്ചാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അത് കഴിഞ്ഞ് 40-ാം ദിവസം അവൻ 7-ാം സ്വർഗത്തിലേക്ക്, ദൈവത്തിന്റെ വലത്ത് ഭാഗത്തേക്ക് എടുക്കപ്പെട്ടു. ഞാൻ സ്വർഗാരോഹണത്തെക്കുറിച്ചുള്ള തിരുനാളിൽ എന്താണ് ദൈവത്തിന്റെ വലത്ത് ഭാഗമെന്ന് അവതരിപ്പിച്ചിട്ടുണ്ട്. ആ ദൈവത്തിന്റെ വലത്ത് ഭാഗത്തെക്കുറിച്ചുള്ള വ്യാഖ്യാനം ഇന്നത്തെ ഈ തിരുവചനത്തിൽ കാണാം. എന്താണ്? ഈ അങ്ങ് അവന് നൽകിയിട്ടുള്ളവർക്കെല്ലാം അവൻ നിത്യജീവൻ നൽകേണ്ടതിന് അങ്ങ് സകല ജഡത്തിന്മേലും അവന് പുത്രന് അധികാരം നൽകിയിരിക്കുന്നല്ലോ. സകല അധികാരങ്ങളും ദൈവപിതാവ് പുത്രൻ തമ്പുരാൻ കൈമാറി എന്നാണ് ഈ സ്വർഗാരോഹണത്തിന്റെ അർത്ഥം. ദൈവത്തിന്റെ വലത്ത് ഭാഗത്ത് ഇരുന്നു എന്നതിന്റെ ഒക്കെ അർത്ഥം. അത് വീണ്ടും അദ്ദേഹം ഈശോ മിശിഹ പറയുന്നുണ്ട്, എന്റേതെല്ലാം അങ്ങയുടേതാണ്, അങ്ങേക്കുള്ളതെല്ലാം എന്റേതുമാണ്. അങ്ങേക്കുള്ളതെല്ലാം അങ്ങ് എനിക്ക് തന്നിരിക്കുന്നു. പിതാവാണ്, പിതാവിൽ നിന്നാണ് എല്ലാം പുത്രൻ പുറപ്പെടുന്നതും. അതുകൊണ്ടാണ് ജനിച്ചവനും സൃഷ്ടിയല്ലാത്തവനും എന്നും വിശ്വാസ പ്രമാണത്തിൽ ചൊല്ലുന്നത്. പുത്രൻ സൃഷ്ടിയല്ല, ജനിച്ചവനാണ്. അപ്പൊ പിതാവിൽ ജനിച്ചവനാണ്. പരിശുദ്ധാത്മാവ് പിതാവിൽ നിന്ന് പുറപ്പെടുന്നവനാണ്. അപ്പം എന്ന് വിചാരിച്ച അവരുടെ തുല്യതയ്ക്കോ ആളത്വത്തിനോ ഒന്നൊരു കുറവ് സംഭവിക്കുന്നില്ല. അതേസമയം പിതാവാണ് പിതാവ്. പിതാവ് എപ്പോഴും പിതാവാണ്, പുത്രൻ എപ്പോഴും പുത്രനാണ്, പരിശുദ്ധാത്മാവ് എപ്പോഴും പരിശുദ്ധാത്മാവാണ്. എൻ്റെ പിതാവ് എന്നേക്കാൾ വലിയവനാണ് എന്ന് പുത്രൻ തമ്പുരാൻ പറയുന്നുണ്ട്. അത് പിതാവ് എന്ന നിലയിലാണ്. ഞാനും പിതാവും ഒന്നാണെന്ന് പറയുന്നുണ്ട്. അത് ദൈവത്തിന്റെ ആളത്വം എന്ന നിലയിലാണ്. അതായത് ബന്ധത്തിന്റെ കണ്ണിലൂടെ നോക്കുമ്പോൾ ദൈവം 3 പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. സത്തയുടെ കണ്ണിലൂടെ നോക്കുമ്പോൾ, സബ്സ്റ്റൻസിന്റെ കണ്ണിലൂടെ നോക്കുമ്പോൾ ദൈവം 1 ഏകസത്യ ദൈവം. അപ്പൊ ഏകസത്യ ദൈവം 3 പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. പിതാവ് സകലതും പുത്രനെ ഏൽപ്പിച്ചു. അതാണ് ഈ ദൈവത്തിന്റെ വലത് ഭാഗത്ത് ഇരിക്കുക എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. അങ്ങേക്കുള്ളതെല്ലാം എന്റേതാണ്. അതാണ് ആ പോയിന്റ്. അതിനാൽ ഈ ദൈവപിതാവിനുള്ളതെല്ലാം പുത്രൻ തമ്പുരാൻ ഏൽപ്പിച്ചിട്ടുള്ളതിനാൽ പുത്രൻ തമ്പുരാൻ ഈ 12 പേർക്ക് പട്ടം കൊടുക്കുകയാണ്. 9-ാമത്തെ വാക്യം നോക്കിയേ, 17:9. ഞാൻ അവർക്ക് വേണ്ടി അപേക്ഷിക്കുന്നു, ലോകത്തിന് വേണ്ടിയല്ല. അവർക്ക് വേണ്ടി അപേക്ഷിക്കുന്നു, ആകെ ഈ 12 പേർക്ക് വേണ്ടി. അങ്ങ് എനിക്ക് തന്നിട്ടുള്ളവർ അങ്ങേക്കുള്ളവർ ആയതിനാൽ അവർക്ക് വേണ്ടിയാണ് ഞാൻ അപേക്ഷിക്കുന്നത്, ലോകത്തിന് വേണ്ടിയല്ല. അപ്പൊ ഈ പ്രാർത്ഥന മഹാപുരോഹിത പ്രാർത്ഥന എന്നാണ് ഇത് പറയുന്നത്. ഈ യോഹന്നാന്റെ സുവിശേഷം 17-ാമത്തെ അധ്യായം. അതായത് അന്ത്യത്താഴത്തിൽ 2 ഭാഗമുണ്ട്. 1-ാമത്തെ ഭാഗമാണ് എഴുതിയിരിക്കുന്നത് യോഹന്നാന്റെ സുവിശേഷത്തിൽ 13 മുതൽ 17 വരെ അധ്യായങ്ങൾ. 2-ാം ഭാഗം എഴുതിയിരിക്കുന്നത് മത്തായി, മർക്കോസ്, ലൂക്കാ സുവിശേഷകന്മാര്, സമാന്തര സുവിശേഷകന്മാര്. 1-ാമത്തെ ഭാഗം കാല് കഴുകൽ ശുശ്രൂഷയോട് ആരംഭിക്കുകയാണ്. മോശെ അഹറോനെയും പൗരോഹിത്യം കൊടുത്ത് വാഴിക്കുന്നതിന് മുൻപ് കുളിപ്പിച്ചിരുന്നു. ഇതുപോലെ 12 പേരെ കർത്താവ് കഴുകി അവർക്ക് പൗരോഹിത്യം കൊടുക്കുക. ആ പൗരോഹിത്യം കൊടുക്കുന്ന പ്രാർത്ഥനയാണ് 17-ാമത്തെ അധ്യായത്തിലുള്ളത്. അതുകൊണ്ടാണ് ലോകത്തിന് വേണ്ടിയല്ല,
ഈ 12 പേർക്ക് വേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. ഈ പ്രാർത്ഥന കുറെ കഴിയുമ്പോൾ കാണാം, അവരെ സത്യത്താൽ വിശുദ്ധീകരിക്കണമേ, നിന്റെ വചനമാണല്ലോ സത്യം എന്നെല്ലാം പറഞ്ഞിട്ട് ഇങ്ങനെ സത്യം കൊണ്ട്, വചനമാകുന്ന സത്യം കൊണ്ട് 12 പേർക്ക് പട്ടം കൊടുക്കുന്ന ശുശ്രൂഷയാണ് മഹാപുരോഹിത പ്രാർത്ഥന എന്ന് ഇതിന് പേരിട്ടത് ഒരു പ്രൊട്ടസ്റ്റന്റ് ദൈവശാസ്ത്രജ്ഞനാ. അത് വളരെ പ്രധാനപ്പെട്ടതാ. ഈ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടാണ്, ഈ മഹാപുരോഹിത പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടാണ് പുത്രൻ തമ്പുരാൻ 12 പേരെ പുരോഹിതന്മാരായി വാഴിക്കുന്നത്. ആ പുരോഹിത പ്രാർത്ഥനയാണ് ഞാൻ അവർക്ക് വേണ്ടി അപേക്ഷിക്കുന്നു. ഈ 12 പേർക്ക് വേണ്ടി, ലോകത്തിന് വേണ്ടിയല്ല. അതാണ് ഇതിൻ്റെ ഈ പ്രാർത്ഥനയുടെ മുഖ്യമായ സംഗതി. അപ്പോൾ ഈശോ ഇപ്പോഴും മഹാപുരോഹിതനായി തുടരുന്നു. അതാണ് ദൈവത്തിന്റെ വലത്തെ ഭാഗം. അവൻ രാജാവാണ്, ന്യായാധിപനാണ്, മധ്യസ്ഥനാണ്, മഹാപുരോഹിതനാണ്. അവിടെ ദൈവപിതാവിന്റെ മുമ്പിൽ അവിടെ പുത്രൻ തമ്പുരാൻ ചെയ്യുന്ന കാര്യങ്ങൾ ഭൂമിയിൽ പ്രതിഫലിക്കണം. ആ പ്രതിഫലിപ്പിക്കാനായിട്ട് തിരുസഭയിൽ പുരോഹിതന്മാർ വേണം. അതാണ് രാജകീയ അധികാരവും നയിക്കാനുള്ള അധികാരം. പിന്നെ ന്യായം വിധിക്കാനുള്ള അധികാരവും, ന്യായം വിധിക്കുക എന്ന് പറഞ്ഞാൽ ഈ കുമ്പസാരത്തിലും അങ്ങനെയൊക്കെയുള്ള തീരുമാനങ്ങൾ എടുക്കാനുള്ളത്. പിന്നെ മധ്യസ്ഥനായിട്ട്, അതായത് യേശു എന്ന മഹാപുരോഹിതന്റെ ഏക പൗരോഹിത്യത്തിൽ നിന്നുകൊണ്ട് പുത്രൻ തമ്പുരാൻ പിതാവിന് മുമ്പിൽ ചെയ്ത മഹാപുരോഹിത പ്രവൃത്തി ഭൂമിയിൽ പ്രതിഫലിപ്പിക്കുക. അതിനുവേണ്ടി പുത്രൻ തമ്പുരാൻ തന്നെ ഞാൻ അവർക്ക് വേണ്ടി അപേക്ഷിക്കുന്നു, ലോകത്തിന് വേണ്ടി അല്ല എന്ന് പറഞ്ഞ് 12 പേർക്ക് ഈ പ്രാർത്ഥന ചൊല്ലി പട്ടം കൊടുത്തു. സത്യമായ വചനം കൊണ്ട് അവരെ അഭിഷേകം ചെയ്തു നടത്താം. വചനമാകുന്ന സത്യം കൊണ്ട് അഭിഷേകം ചെയ്തതാണ് തിരുപ്പട്ടം. അത് കൊടുക്കുകയാണ്. അപ്പോൾ തിരുസഭയിൽ പുരോഹിതന്മാരെ വാഴിച്ചത് പുത്രൻ തമ്പുരാനാണ്. അതിനുള്ള അധികാരം പിതാവിൽ സകലതും കിട്ടി. അതുകൊണ്ടാണ് ഈ സ്വർഗാരോഹണവുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ന് തിരുസഭ ഈ വായന നൽകിയിരിക്കുന്നത്. അതായത് സ്വർഗാരോഹണവും, അപ്പോൾ ദൈവപിതാവിന്റെ മുമ്പിലെ മഹാപുരോഹിതനും മധ്യസ്ഥനും രാജാവും ന്യായാധിപനുമായിട്ട് ഈ വാഴുന്നത് അന്ന് മുതലാണ്, സ്വർഗാരോഹണം മുതലാണ്. ആ സ്വർഗാരോഹണത്തോടെ പുത്രൻ തമ്പുരാന് കൈവന്ന അധികാരം ഭൂമിയിൽ, തിരുസഭയിലും ലോകത്തും പ്രതിഫലിപ്പിക്കാൻ അവൻ പൗരോഹിത്യം കൊടുക്കുകയാണ്. ഇതുകൊണ്ടാണ് ഈ സ്വർഗാരോഹണവും പൗരോഹിത്യ കൂട്ടായ്മയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന വായന തന്നെ ഇന്ന് നമ്മൾ ഈ സ്വർഗാരോഹണ തിരുനാൾ നമ്മൾ വായിക്കുന്നത്. അത് വളരെ ഗംഭീരമായ ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ് സഭയുടെ. എല്ലാ അധികാരവും ദൈവപിതാവ് പുത്രൻ തമ്പുരാൻ കൊടുത്തിരിക്കുന്നു. പുത്രൻ തമ്പുരാൻ തൻ്റെ അധികാരത്തിൽ ഈ സ്ലീഹന്മാരെ ഏറ്റവും അടുത്ത് പങ്കെടുപ്പിക്കുന്നു. ലോകത്തിന് വേണ്ടിയല്ല, ലോകത്തിൽ എല്ലാവർക്കും ഞാൻ കൊടുത്തിട്ടില്ല, ഇവർക്കാണ്. ഇത് പൗലോസ് വളരെ വ്യക്തമായിട്ട് പല പ്രാവശ്യം പറയുന്നുണ്ട് ഇല്ലേ. ഈ ദൈവിക രഹസ്യങ്ങളിലെ കാര്യകർത്താക്കന്മാരായിട്ട് ഞങ്ങളെ അപ്പസ്തലന്മാരെ നിയമിച്ചു. അപ്പൊ എല്ലാവർക്കും ഒരേ സംഗതി അല്ല ഉള്ളത്. രാജകീയ പൗരോഹിത്യം മാത്രമല്ല ഉള്ളത്. അങ്ങനെ പെന്തക്കോസ്തകാരും യഹോവ ഒക്കെ പഠിപ്പിക്കുന്നുണ്ട്. പക്ഷെ അത് ശരിയല്ല. ശുശ്രൂഷ പൗരോഹിത്യമുണ്ട്. അതിന് ഏറ്റവും വലിയ തെളിവാണ് ഇന്നത്തെ സുവിശേഷ വായന. ഞാൻ അവർക്ക് വേണ്ടിയല്ല ഇവർക്ക് വേണ്ടിയാണ്, ലോകത്തിന് വേണ്ടിയല്ല പ്രാർത്ഥിക്കുന്നത്. മഹാപുരോഹിത പ്രാർത്ഥന ചൊല്ലി 12 പേരെ പട്ടം കൊടുത്ത് പുരോഹിതന്മാരായി വാഴിക്കുന്ന കർമ്മമാണ്. ഇത് കഴിഞ്ഞിട്ടാണ് കുർബാന സ്ഥാപിക്കുക. എന്നിട്ടാണ് പറയുക ഇത് നിങ്ങളെ നോർമയ്ക്കായി ചെയ്യുവൻ. 12 പേരെ അന്ത്യത്താഴത്തിൽ ഉണ്ടായിരുന്നുള്ളൂ എന്ന് മർക്കോസും മത്തായിക്കും കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. ഈ കാരണം കൊണ്ടാണ് സഭയ്ക്ക് സ്ത്രീകളെ പുരോഹിതന്മാരെ വാഴിക്കാൻ പറ്റാത്തത്. താല്പര്യമില്ലാഞ്ഞിട്ടല്ല, അധികാരമില്ലാഞ്ഞിട്ടാണ്. ഈശോ പേട്രിയാർക്കലായിരുന്നില്ലല്ലോ ഇല്ലേ. ഒരു ആൺകോമയുടെ ആളായിരുന്നോ യേശു ക്രിസ്തു? അല്ല. ഈ ബൈബിളൊക്കെ എഴുതിയത് ഒരു പേട്രിയാർക്കൽ സൊസൈറ്റി ആണെന്നും അതുകൊണ്ടാണ് സ്ത്രീകൾക്ക് പൗരോഹിത്യം കൊടുക്കാത്തതൊക്കെ സഭയെ കുറിച്ച് ആക്ഷേപിക്കുന്നത് ശരിയല്ല. കാരണം യേശു ക്രിസ്തുവിന് സ്ത്രീ ശിക്ഷകളുണ്ടായിരുന്നു, ധാരാളം പേര്. ആണുങ്ങളായ അപ്പസ്തലന്മാർ ഉപേക്ഷിച്ച് പോയപ്പോഴും, യോഹന്നാനൊക്കെ മറ്റെല്ലാവരും ഉപേക്ഷിച്ച് പോയപ്പോഴും സ്ത്രീകൾ ഉപേക്ഷിച്ച് പോയില്ല. എന്നിട്ടും സ്ത്രീകളെ ആരെയും തന്നെ അന്ത്യത്താഴത്തിൽ കർത്താവ് അഡ്മിറ്റ് ചെയ്തില്ല. 12 പേര് ഉണ്ടായിരുന്നുള്ളത് 2 പ്രാവശ്യം എഴുതിയിട്ടുണ്ട് ഈ മർക്കോസും മത്തായിയും ഒക്കെ. അപ്പോൾ അവർക്ക് പൗരോഹിത്യം കൊടുത്തു. അപ്പോൾ സഭയ്ക്ക് അധികാരമില്ല സ്ത്രീകൾക്ക് പട്ടം കൊടുക്കാൻ. ചില സഭകൾ അങ്ങനെ ചെയ്തിട്ടുണ്ട്. അവര് അത് പിന്നീട് തിരുത്തും. അപ്പോഴാണ് സഭയുടെ ഐക്യം ഉണ്ടാവുകയും ചെയ്യുക. എനിവേ, ഞാൻ പറഞ്ഞു വന്നത് ഈ പൗരോഹിത്യത്തിന്റെ കൂട്ടായ്മ, സ്വർഗാരോഹണത്തിന്റെ ഏറ്റവും വലിയ സാക്ഷ്യം പൗരോഹിത്യത്തിന്റെ കൂട്ടായ്മയാണ്. ആ കൂട്ടായ്മയുള്ളത് കത്തോലിക്ക തിരുസഭയിലാണ്. ഞാൻ കത്തോലിക്ക തിരുസഭ എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് ശ്ലൈഹിക പാരമ്പര്യമുള്ള സഭകളെ കൂടി ഉൾപ്പെടുത്തിയിട്ടാണ്. ചിലര് പൂർണ്ണമായിട്ടും കത്തോലിക്ക കൂട്ടായ്മയിൽ ഇല്ലെങ്കിലും ശ്ലൈഹിക പാരമ്പര്യമുള്ള സഭകളുണ്ട്. ഞാൻ അതിനെ അടക്കമാണ് കത്തോലിക്ക സഭ എന്ന് ഉദ്ദേശിക്കുന്നത്. അവർ ഈ കൂട്ടായ്മയിലേക്ക് വരാനുള്ള ചർച്ചകളൊക്കെ നടക്കുന്നു. ഒരു ദിവസം സംഭവിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. പൗരോഹിത്യ കൂട്ടായ്മ
ഇപ്പം നമുക്കറിയാം നമ്മുടെ സഭകളിലൊക്കെയുള്ള പ്രശ്നം എന്താണ്? ഈ കൂട്ടായ്മയുടെ അഭാവം വല്ലാതെയുണ്ട്. അസൂയ ഭയങ്കരമായിട്ട് ഇല്ലേ? എന്നോട് പലരും പല സെമിനാറുകളും എന്നോട് പറഞ്ഞിട്ടുണ്ട്, യുവർ പ്രസൻസ് ഇസ് എ ത്രെറ്റ് ഫോർ അസ്. അച്ഛൻ്റെ സാന്നിധ്യം ഞങ്ങൾക്കൊരു ഭീഷണിയാണ്. എന്താ കാര്യം? നമുക്ക് കാര്യങ്ങൾ പറയാനുള്ള ധൈര്യം എവിടെ നിന്ന് കിട്ടണേ? നമുക്ക് സ്ഥാപിത താല്പര്യങ്ങൾ ഇല്ലെങ്കിൽ ധൈര്യം തന്നെ വരും. സ്ഥാപിത താല്പര്യം ഇല്ലെങ്കിൽ പലരും പ്രീതിപ്പെടുത്തേണ്ടി വരും. അപ്പോൾ ഈ ജലസി എന്തുകൊണ്ടാണ്? ജലസി, അസൂയ, തുടക്കം മുതലുള്ള ഇല്ലേ? സർപ്പത്തിന് അസൂയ, ആരാണ് വലിയവനെന്ന തർക്കം അപ്പസ്തലന്മാരുടെ ഇടയിൽ ഉണ്ടായിരുന്നു. നമുക്ക് എല്ലാവർക്കും ഉള്ളതാണ് ഈ അസൂയ. എനിക്കുണ്ടാകും അസൂയ. അതിനെ നമ്മൾ തിരിച്ചറിയുകയും അതിനെ ഓവർകം ചെയ്താൽ ഈ പൗരോഹിത്യ കൂട്ടായ്മ ഉണ്ടാകും. നമുക്ക് പരസ്പരമുള്ള അസൂയ തോന്നും, അത് സ്വാഭാവികമാണ്, അത് പ്രലോഭനമാണ്. ആ അസൂയ തിരിച്ചറിയുകയും അതിനെ കീഴടക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്താൽ പൗരോഹിത്യ കൂട്ടായ്മ ഉണ്ടാകും. സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയുള്ള മോഹം നമുക്കുണ്ടാകും. അത് തിരിച്ചറിയുകയും അതിന് മറികടക്കുകയും ചെയ്താൽ പൗരോഹിത്യ കൂട്ടായ്മ ഉണ്ടാകും, മെത്രാന്മാരെ കൂട്ടായ്മ ഉണ്ടാകും. മെത്രാന്മാർക്ക് കാര്യങ്ങൾ പറയാൻ ധൈര്യമില്ലാത്ത എന്തുകൊണ്ടാണ്? അച്ഛന്മാർക്ക് പറയാൻ ധൈര്യമില്ലാത്ത എന്തുകൊണ്ടാണ്? ആരെങ്കിലൊക്കെ പ്രീതിപ്പെടുത്തി ചില സ്ഥാനമാനങ്ങൾ പദവികളും കിട്ടണമെന്ന് ആഗ്രഹമുള്ളത് കൊണ്ടാണ് ധൈര്യം ഇല്ലാത്തത്. അതില്ലെങ്കിൽ ധൈര്യം തന്നെ വരും, പൗരോഹിത്യ കൂട്ടായ്മയും ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഈ സ്വർഗാരോഹണത്തിൻ്റെ സാക്ഷ്യം ഭൂമിയിൽ വളരെ ശക്തമായിട്ടുണ്ടാകും. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമീൻ.